നഗരത്തിന്റെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രി ആ രാത്രി ഒരു ചികിത്സാ കേന്ദ്രം പോലെയല്ല, മറിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു യുദ്ധഭൂമി പോലെയാണ് തോന്നിയത്. കാരണം പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാം സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന തോന്നലുണ്ടെങ്കിലും അകത്തേക്ക് കടക്കുന്ന നിമിഷം മുതൽ തന്നെ വായുവിൽ കെട്ടിക്കിടക്കുന്ന ഒരു അസ്വസ്ഥത വ്യക്തമായി അനുഭവപ്പെടുമായിരുന്നു. ഓരോ നിലയിലൂടെയും ഓടിക്കൊണ്ടിരുന്ന നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മുഖങ്ങളിൽ ഒരേ ഭാവമാണ് പതിഞ്ഞിരുന്നത്. അതായത് എല്ലാം കൈവശമുണ്ടെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ശാന്തതയ്ക്കിടയിൽ ഒളിപ്പിച്ച ഭയം. യന്ത്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, ലൈറ്റുകൾ കത്തിയിരുന്നു, റിപ്പോർട്ടുകൾ തയ്യാറാക്കപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും ആരും തുറന്നു പറയാത്ത ഒരു സത്യം അവിടെ സജീവമായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ആ ആശുപത്രിയിലെ ഐസിയുവിൽ അന്ന് കിടന്നിരുന്നത് ഒരു സാധാരണ രോഗിയല്ല, മറിച്ച് രാജ്യത്ത് പണത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ അറിയപ്പെട്ട വ്യവസായി അർജുൻ മേനോനായിരുന്നു. ബില്യണയർ എന്ന വിശേഷണം വർഷങ്ങളായി അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചേർന്നു നിന്നത് അദ്ദേഹത്തെ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. എങ്കിലും ആ നിമിഷം അദ്ദേഹത്തിന്റെ സമ്പത്തിനും സ്വാധീനത്തിനുമൊന്നും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം ഒരു ശരീരം മാത്രമായി കിടക്കുകയായിരുന്നു. ശ്വാസം പോലും യന്ത്രങ്ങളുടെ സഹായത്തോടെ മാത്രമാണ് മുന്നോട്ടു പോകുന്നത്. കണ്ണുകൾ അടഞ്ഞിരുന്നു. ശബ്ദങ്ങൾ അദ്ദേഹത്തെ സ്പർശിച്ചില്ല. ചുറ്റുമുള്ള ആളുകളെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലായിരുന്നു. പക്ഷേ ഹൃദയമിടിപ്പിലെ ഓരോ വ്യത്യാസവും ഐസിയുവിന് പുറത്തു നിൽക്കുന്ന എല്ലാവരുടെയും നെഞ്ചിൽ പേടിയോടെ അലാറം മുഴക്കുകയായിരുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 20 വിദഗ്ധ ഡോക്ടർമാരാണ് ആ ഐസിയുവിന് പുറത്തായി നിൽക്കുന്നത്. ഓരോരുത്തരും തങ്ങളുടെ മേഖലയിൽ വർഷങ്ങളുടെ പരിചയവും അംഗീകാരവും നേടിയവരാണ്. എങ്കിലും ആ വാതിലിനുള്ളിലെ അവസ്ഥ അവരെ ഒരേ നിമിഷം ഒരേപോലെ നിസ്സഹായരാക്കി മാറ്റിയിരുന്നു. നടത്തിയ എല്ലാ പരിശോധനകളും പരസ്പരം പൊരുത്തപ്പെടാത്ത ഫലങ്ങളാണ് നൽകിയത്. ഒരാൾ ഇത് നാഡീവ്യൂഹ സംബന്ധമായ തകരാറാണെന്ന് പറഞ്ഞു. മറ്റൊരാൾ രക്തത്തിൽ അപൂർവമായ വിഷാംശം കണ്ടെത്തിയതായി പറഞ്ഞു. മൂന്നാമൻ ആ 2 അഭിപ്രായങ്ങളും പൂർണ്ണമായി നിഷേധിച്ചു. ഓരോ റിപ്പോർട്ടും പുതിയൊരു സംശയം സൃഷ്ടിച്ചു. ശാസ്ത്രം തന്നെ ശാസ്ത്രത്തോട് തർക്കിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. വ്യക്തമായ ഒരു രോഗനാമം പോലും കണ്ടെത്താൻ കഴിയാത്തത് ഈ സംഘത്തെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. കൺസൾട്ടേഷൻ റൂമിൽ നടന്ന ചർച്ചകൾ നീണ്ടുനിന്നു. ശബ്ദങ്ങൾ പതുക്കെ ഉയർന്നു. സമയം തീരുകയാണ് എന്ന ബോധം ഓരോ വാക്കിലും ഒളിഞ്ഞിരുന്നു. മരുന്നുകൾ നൽകിയിട്ടും ശരീരം പ്രതികരിക്കുന്നില്ല എന്ന സത്യം മാത്രമാണ് എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ചില ജൂനിയർ ഡോക്ടർമാരുടെ കണ്ണുകളിൽ ഭയം വ്യക്തമായിരുന്നു. കാരണം ഇത് രോഗിയുടെ അവസ്ഥ മാത്രമല്ല, ആശുപത്രിയുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷമാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ മുഴുവൻ തിരക്കിന്റെയും ആശങ്കയുടെയും നടുവിൽ ആശുപത്രിയിലെ ഒരു മൂലയിൽ നിശബ്ദയായി നിൽക്കുകയായിരുന്നു ദേവിക. 24 വയസ്സ് മാത്രം പ്രായമുള്ള അവൾ മെഡിക്കൽ പഠനം പൂർത്തിയാക്കി ഇന്റേൺഷിപ്പ് അവസാനിപ്പിച്ചിട്ട് അധികം നാളായിരുന്നില്ല. ഈ ആശുപത്രിയിൽ ജോലി ലഭിച്ചത് അവളുടെ കഴിവുകൊണ്ടാണോ, അല്ലെങ്കിൽ അവൾ ഡോക്ടർ മാധവൻ നായരുടെ മകളാണെന്ന തിരിച്ചറിവ് കൊണ്ടാണോ എന്ന സംശയം അവളുടെ ഉള്ളിൽ തന്നെ പലപ്പോഴും ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ജോലി ഒരിക്കലും ലഘുവായി തോന്നിയിട്ടില്ല. അവൾക്ക് അത് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തമായിരുന്നു. ഡോക്ടർ മാധവൻ നായർ 40 വർഷത്തിലധികം അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ഇതുവരെ പരാജയം എന്ന വാക്ക് ആരും ചേർത്തിട്ടില്ലായിരുന്നു. എന്നാൽ ഈ കേസ് അദ്ദേഹത്തെ അകത്തുനിന്ന് തകർക്കുകയായിരുന്നു. ചാർട്ടുകൾ വീണ്ടും വീണ്ടും നോക്കി നിൽക്കുന്ന അച്ഛനെ ദേവിക കണ്ടപ്പോൾ അവൾക്ക് ആദ്യമായി തോന്നിയത് പേടിയായിരുന്നു. രോഗത്തെക്കാൾ കൂടുതൽ അവളെ ഭയപ്പെടുത്തിയത് അച്ഛന്റെ മുഖത്ത് കണ്ട ആ നിസ്സഹായതയാണ്. കാരണം ഡോക്ടർ മാധവൻ നായർ എന്ന പേര് ഇതുവരെ സംശയത്തിനൊപ്പം ചേർത്തിട്ടില്ലായിരുന്നു. ദേവികയ്ക്ക് അർജുൻ മേനോന്റെ പേര് ആദ്യമായി കേട്ട നിമിഷം മുതൽ തന്നെ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു. പത്രങ്ങളിലും വാർത്തകളിലും ശക്തനായി മാത്രം കണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ തന്റെ അച്ഛന്റെ കൈകളിൽ നിന്ന് പതുക്കെ വഴുതി പോകുന്ന ഒരു ജീവനായിരിക്കുന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. അവൾ പലതവണ ഐസിയുവിന് പുറത്തുനിന്ന് അകത്തേക്ക് നോക്കി. യന്ത്രങ്ങളുടെ ശബ്ദങ്ങൾക്കിടയിൽ കിടക്കുന്ന ആ ശരീരത്തെ നോക്കുമ്പോൾ അവൾക്ക് വ്യക്തമായി തോന്നിയത് ഇതൊരു സാധാരണ രോഗാവസ്ഥയല്ല എന്നതാണ്. രാത്രി കഴിഞ്ഞ് രാവിലെ ആയപ്പോഴും അവസ്ഥയിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മറിച്ച് അർജുന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കാതെ കൂടുതൽ തളരുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. അപ്പോഴാണ് അർജുന്റെ കുടുംബം ആശുപത്രിയിലെത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്ണുകളിൽ പണത്തിന്റെ സുരക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഭർത്താവിനെ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അവിടെ നിറഞ്ഞു നിന്നത്. അവരുടെ മകൻ അച്ഛന്റെ കൈ പിടിച്ചു നിൽക്കുമ്പോൾ ആ വിരലുകൾ പോലും പ്രതികരിക്കാത്തത് എല്ലാവരുടെയും നെഞ്ചിൽ ഒരു നിശബ്ദമായ വേദന സൃഷ്ടിച്ചു. വീണ്ടും കൺസൾട്ടേഷൻ റൂമിൽ ഡോക്ടർമാർ കൂടിയപ്പോൾ ഒരാൾ പതുക്കെ പറഞ്ഞു, ഇത് നമ്മുടെ പരിധിക്കപ്പുറത്താണ്. ആ വാചകം മുറിയിൽ മുഴുകിയ നിമിഷം ദേവികയുടെ ഉള്ളിൽ എന്തോ തകർന്നു വീണു. അത് ഒരു ഡോക്ടറുടെ പരാജയത്തിന്റെ പ്രഖ്യാപനം മാത്രമല്ല, ശാസ്ത്രത്തിന്റെ പരാജയത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. അവളുടെ മനസ്സിൽ ഒരേ ചിന്ത കയറി വന്നു. എന്തോ ഇവിടെ കാണാതെ പോകുന്നുണ്ട് എന്ന തോന്നൽ. അവൾ പഠിച്ച പുസ്തകങ്ങളും കേട്ട ക്ലാസുകളും കണ്ട കേസുകളും എല്ലാം വീണ്ടും വീണ്ടും ഓർത്തു നോക്കിയപ്പോൾ അർജുന്റെ ലക്ഷണങ്ങൾ ഒന്നിനോടും പൂർണ്ണമായി പൊരുത്തപ്പെടുന്നില്ല എന്ന സത്യം അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി. രാത്രിയുടെ മൗനത്തിൽ ആശുപത്രിയുടെ നീണ്ട കോറിഡോറിലൂടെ നടക്കുമ്പോൾ ദേവിക ഒരു തീരുമാനമെടുത്തിരുന്നു. അത് അവൾക്കറിയാവുന്ന എല്ലാ ചട്ടങ്ങളും മറികടക്കുന്ന ഒന്നായിരുന്നു. ഇനി ശാസ്ത്രം മാത്രം മതിയാകില്ല എന്ന തിരിച്ചറിവ് അവളുടെ ഉള്ളിൽ ഉറച്ചിരുന്നു. എന്തെങ്കിലും വ്യത്യസ്തമായി ചിന്തിച്ചില്ലെങ്കിൽ ഈ മനുഷ്യൻ അടുത്ത സൂര്യോദയം കാണില്ല എന്ന ഭയം അവളുടെ നെഞ്ചിൽ കനത്തുനിന്നു. അവൾ നിശബ്ദമായി ഐസിയുവിന്റെ വാതിലിനടുത്തേക്ക് നീങ്ങി. അവളുടെ ഉള്ളിൽ ഒരു യുദ്ധം ആരംഭിച്ചിരുന്നു.
ഡോക്ടറുടെ മകളായ അവളുടെ ഭയം ഒരു വശത്ത്, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കണമെന്ന മനുഷ്യത്വം മറുവശത്ത്. എന്ത് സംഭവിച്ചാലും നാളെ എല്ലാം മാറുമെന്ന ഉറച്ച ബോധമാണ് അവളെ മുന്നോട്ട് നയിച്ചത്. ഐസിയുവിലെ ചുവന്ന ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ ദേവികയുടെ മനസ്സിൽ ഒരു സംശയം പതുക്കെ ഉറച്ചു തുടങ്ങി. അത് ശരിയാണെങ്കിൽ ഈ കേസ് വെറും രോഗമല്ല, മറിച്ച് എല്ലാവരും കണ്ടിട്ടും കാണാതെ പോയ ഒരു സത്യമാണെന്ന തിരിച്ചറിവായിരുന്നു അത്. അവൾ ദീർഘമായി ശ്വാസമെടുത്തു. കാരണം ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരാളുടെ ജീവൻ മാത്രമല്ല, പലരുടെയും വിശ്വാസം പരീക്ഷിക്കുന്ന ഒരു നിമിഷമായിരുന്നു. രാത്രിയുടെ നിശബ്ദത ആശുപത്രിയുടെ കോറിഡോറുകളെ പൂർണ്ണമായി വിഴുങ്ങിയിരുന്നെങ്കിലും ഐസിയുവിന്റെ മുന്നിലെ ചുവന്ന ലൈറ്റ് മാത്രം തുടർച്ചയായി മിന്നിക്കൊണ്ടിരുന്നു. ആ ലൈറ്റിന്റെ ഓരോ തിളക്കവും ഒരു മനുഷ്യന്റെ ജീവൻ ഇപ്പോഴും തീരാതെ നിലനിൽക്കുന്നു എന്ന സൂചന പോലെ തോന്നി. ദേവിക അതിനു മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരേ സമയം പല ചിന്തകളും ഏറ്റുമുട്ടുകയായിരുന്നു. അകത്ത് കിടക്കുന്ന ശരീരം ഓരോ നിമിഷവും കൈവിട്ടു പോകുന്ന അവസ്ഥയിലായിരുന്നു. പുറത്തു നിൽക്കുന്നവർക്കൊന്നും അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്ന ബോധമാണ് ആ ഇടനാഴിയുടെ വായുവിനെ കൂടുതൽ കനത്തതാക്കി മാറ്റിയത്. ഡോക്ടർ മാധവൻ നായർ ഐസിയുവിന് പുറത്തുള്ള ചെറിയ മേശക്കരികിൽ നിന്ന് ചാർട്ടുകൾ വീണ്ടും വീണ്ടും നോക്കി നിൽക്കുകയായിരുന്നു. ഒരേ വരികൾ പലതവണ വായിച്ചിട്ടും ഒരു പുതിയ അർത്ഥം അവയിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. 40 വർഷത്തെ മെഡിക്കൽ ജീവിതത്തിൽ അദ്ദേഹം പല പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ശാസ്ത്രം ഒടുവിൽ ഒരു വഴി തുറന്നിട്ടുണ്ട്. എന്നാൽ ഈ കേസിൽ ശാസ്ത്രം തന്നെ മൗനത്തിലേക്ക് പിൻവാങ്ങിയതുപോലെ തോന്നി. എല്ലാ മരുന്നുകളും പരീക്ഷിച്ചു, എല്ലാ പരിശോധനകളും നടത്തി, എല്ലാ സാധ്യതകളും പരിശോധിച്ചു. എന്നിട്ടും മുന്നിൽ ഒരേ ചോദ്യം മാത്രം നിലകൊണ്ടു: എന്തുകൊണ്ട് ശരീരം പ്രതികരിക്കുന്നില്ല? ദേവിക അച്ഛന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾക്ക് സംസാരിക്കാൻ വാക്കുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടായി. അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ട ആ ക്ഷീണവും ആശയക്കുഴപ്പവും അവൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇനി എന്തു ചെയ്യും എന്ന അച്ഛന്റെ ശബ്ദത്തിലെ ചെറിയ വിറയൽ പോലും അവളുടെ ഉള്ളിൽ ഒരു തീ കൊളുത്തിയിട്ടു. കാരണം ആ ചോദ്യം ഒരു രോഗിയെക്കുറിച്ചല്ല, അത് ഇതുവരെ വിശ്വസിച്ചിരുന്ന ശാസ്ത്രത്തോട് തന്നെയാണ് ചോദിക്കുന്നത് എന്ന് അവൾക്ക് വ്യക്തമായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു: അച്ഛ, എന്തോ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ആ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന സീനിയർ ഡോക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചെടുത്തു. ചിലരുടെ മുഖത്ത് അസഹിഷ്ണുത തെളിഞ്ഞു, ചിലർ അത് ഒരു ജൂനിയറിന്റെ അഹങ്കാരമായി കണ്ടു. ഒരാൾ തുറന്നു പറഞ്ഞു: ഇത് കുട്ടികളുടെ പരീക്ഷണമല്ല. ആ വാചകം ദേവികയുടെ ഉള്ളിൽ വേദനയായി പതിഞ്ഞെങ്കിലും അവൾ പിൻവാങ്ങിയില്ല. കാരണം അവൾക്കറിയാമായിരുന്നു, ഇത് വാദം ജയിക്കാനുള്ള സമയമല്ല, സമയം തന്നെ ജയിക്കാനുള്ള നിമിഷമാണ്. ചർച്ച നീണ്ടുനിന്നെങ്കിലും ഒരാൾക്കും പുതിയൊരു വഴി കാണിക്കാൻ കഴിഞ്ഞില്ല. ഓരോ അഭിപ്രായവും വീണ്ടും പഴയതിലേക്കാണ് മടങ്ങിയത്. ഒടുവിൽ മുറിയിൽ നിറഞ്ഞത് നിശബ്ദതയായിരുന്നു. ആ നിശബ്ദതയുടെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിരുന്നു: കാത്തിരിക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. പക്ഷേ ദേവികയ്ക്ക് കാത്തിരിക്കാൻ കഴിയില്ലായിരുന്നു. അവൾ അർജുന്റെ റിപ്പോർട്ടുകളെല്ലാം വീണ്ടും എടുത്തു. ഓരോ പരിശോധനയും ഓരോ മൂല്യവും അവൾ സൂക്ഷ്മമായി പരിശോധിച്ചു. സാധാരണ രോഗികളിൽ കാണുന്ന മാതൃകകളുമായി അവൾ അവയെ താരതമ്യം ചെയ്തു. ചെറിയ വ്യത്യാസങ്ങൾ പോലും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രത്യേകിച്ച് ചില രക്തപരിശോധനാ മൂല്യങ്ങൾ ഒരേ സമയം ഉയരുകയും താഴുകയും ചെയ്യുന്നത് അവളുടെ മനസ്സിൽ ശക്തമായ സംശയമുണർത്തി. ഒരു ശരീരത്തിൽ ഒരേ സമയം പരസ്പരം വിരുദ്ധമായ സൂചനകൾ ഉണ്ടാകുന്നത് രോഗത്തിന്റെ സ്വഭാവമല്ല, മറിച്ച് രോഗമെന്ന് കരുതുന്ന ദിശ തന്നെയാണ് തെറ്റായിരിക്കാമെന്ന ചിന്ത അവളുടെ ഉള്ളിൽ ഉറച്ചു തുടങ്ങി. അവൾ പഠനകാലത്ത് കേട്ട അപൂർവ കേസുകൾ ഓർത്തു. മെഡിക്കൽ പുസ്തകങ്ങളിൽ ചെറിയ അടിക്കുറിപ്പുകളായി മാത്രം കണ്ട ചില അവസ്ഥകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവയൊന്നും വ്യക്തമായ ഉത്തരമല്ലെങ്കിലും അവയെല്ലാം ചേർന്നപ്പോൾ ഒരു സാധ്യത അവളുടെ മനസ്സിൽ പതുക്കെ രൂപപ്പെട്ടു. അത് അപകടകരമായിരുന്നു. തെളിവുകൾ പരിമിതമായതായിരുന്നു. പക്ഷേ ഇതുവരെ കണ്ട എല്ലാ ലക്ഷണങ്ങളെയും ഒരുമിച്ച് വിശദീകരിക്കാൻ കഴിയുന്ന ഏക ചിന്ത അതായിരുന്നു. ദേവിക ആ സംശയം അച്ഛനോട് തുറന്നു പറഞ്ഞപ്പോൾ ഡോക്ടർ മാധവൻ ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ അദ്ദേഹം പതുക്കെ തലകുലുക്കി. അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ആ വാക്കുകൾക്ക് പിന്നിൽ ശാസ്ത്രീയ സംശയം മാത്രമല്ല, ഭയവും ഉണ്ടായിരുന്നു. കാരണം ആ സാധ്യത അംഗീകരിച്ചാൽ ഇതുവരെ നടത്തിയ എല്ലാ ചികിത്സകളും തെറ്റായ ദിശയിലായിരുന്നു എന്ന സത്യം അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരും. അത് ഒരു ഡോക്ടറായി മാത്രമല്ല, ഒരു മനുഷ്യനായി പോലും ഏറ്റെടുക്കാൻ പ്രയാസമുള്ള സത്യം തന്നെയായിരുന്നു. അതേസമയം ആശുപത്രി മാനേജ്മെന്റ് സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. അർജുൻ മേനോൻ എന്ന പേര് ആശുപത്രിയുടെ വിശ്വാസ്യതയുമായി പൂർണ്ണമായി ബന്ധപ്പെട്ടു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ വഷളായാൽ അതൊരു മെഡിക്കൽ പരാജയം മാത്രമല്ല, വലിയൊരു പൊതു പ്രതിച്ഛായ പ്രതിസന്ധിയായി മാറും എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന വാചകം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടു. പക്ഷേ ആ റിസ്ക് ഒഴിവാക്കലിന്റെ വില ഒരു മനുഷ്യന്റെ ജീവനായിരിക്കാം എന്ന സത്യം ആരും തുറന്നു പറഞ്ഞില്ല. ഈ സമ്മർദ്ദങ്ങൾക്കിടയിൽ ആദ്യമായി അർജുന്റെ ഭാര്യ ദേവികയെ ശ്രദ്ധിച്ചു. മറ്റു ഡോക്ടർമാരുടെ കണ്ണുകളിൽ അവൾ കണ്ടത് കൈവിടുന്ന ക്ഷീണമായിരുന്നെങ്കിൽ ദേവികയുടെ കണ്ണുകളിൽ അവൾ കണ്ടത് ഒരു തീരുമാനത്തിന്റെ ഉറപ്പായിരുന്നു. എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ദയവായി ചെയ്യൂ എന്ന അവളുടെ വാക്കുകൾ ദേവികയുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. അത് ഒരു ഭാര്യയുടെ കരച്ചിലല്ല, ഒരു മനുഷ്യന്റെ അവസാന പ്രതീക്ഷയായിരുന്നു. ആ രാത്രി ദേവിക ഒറ്റയ്ക്കായി. ഐസിയുവിന് സമീപമുള്ള കസേരയിൽ അവൾ ഇരുന്നപ്പോൾ ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം മങ്ങിയതായി തോന്നി. യന്ത്രങ്ങളുടെ സ്ഥിരതയില്ലാത്ത താളം മാത്രം അവളുടെ ചിന്തകൾക്ക് പശ്ചാത്തലമായി. അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു, ഇനി ഔദ്യോഗിക വഴികൾ ഒന്നും ശേഷിക്കുന്നില്ലെന്ന്. അവൾ ഒരു തീരുമാനമെടുത്തിരുന്നു. അത് അനുമതിയില്ലാത്തതായിരുന്നു.
അപകടം നിറഞ്ഞതായിരുന്നു. പക്ഷേ ചെയ്യാതിരുന്നാൽ അവൾ ജീവിതകാലം മുഴുവൻ സ്വയം കുറ്റപ്പെടുത്തുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ ഒരു നഴ്സിന്റെ സഹായത്തോടെ പഴയ ചില സാമ്പിളുകൾ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി. രേഖകളിൽ ഒളിഞ്ഞിരുന്ന സൂചനകൾ അവൾ തേടി. ഓരോ ഫയലും അവളുടെ സംശയം കൂടുതൽ ഉറപ്പിച്ചു. ആ പരിശോധനകളുടെ ഫലം കണ്ടപ്പോൾ ദേവികയുടെ കൈകൾ വിറച്ചു. കാരണം അവൾ ഭയപ്പെട്ടതും പ്രതീക്ഷിച്ചതും ഒരേ സമയം ശരിയാകുന്ന സൂചനകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതൊരു സാധാരണ രോഗമല്ല, ശരീരത്തിനുള്ളിൽ പതുക്കെ പ്രവർത്തിക്കുന്ന ഒരു നിശബ്ദമായ ശത്രുവാണ് എന്ന തിരിച്ചറിവ് അവളെ അകത്തുനിന്ന് കുലുക്കി. അവൾ അച്ഛന്റെ മുറിയിലേക്ക് ഓടിച്ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ആദ്യം ദേഷ്യവും പിന്നെ ഭയവും തെളിഞ്ഞു. ദേവിക കണ്ടെത്തിയത് ശരിയാണെങ്കിൽ ഇതുവരെ ചെയ്തതെല്ലാം തെറ്റായ ദിശയിലായിരുന്നു എന്ന സത്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഭൂകമ്പം സൃഷ്ടിച്ചു. ഇത് പുറത്തു പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. ദേവിക ശാന്തമായി മറുപടി പറഞ്ഞു, പുറത്തു പറയണമോ വേണ്ടയോ എന്നത് പിന്നീട് തീരുമാനിക്കാം അച്ഛാ. ഇപ്പോൾ അകത്ത് കിടക്കുന്ന മനുഷ്യൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. സമയം നമുക്കെതിരാണ്. ആ വാക്കുകൾ ഡോക്ടർ മാധവൻ നായരുടെ ഉള്ളിൽ എന്തോ തകർത്തു. ആദ്യമായി അദ്ദേഹം തന്റെ മകളെ ഒരു കുട്ടിയായല്ല, മറിച്ച് ഒരു ഡോക്ടറായി കണ്ട നിമിഷം അതായിരുന്നു. അവർ തമ്മിലുള്ള ആ നിശബ്ദ സമ്മതം രൂപപ്പെടുമ്പോൾ ഐസിയുവിലെ യന്ത്രങ്ങൾ വീണ്ടും ശബ്ദമുയർത്തി. അർജുന്റെ ഹൃദയമിടിപ്പ് അപകടകരമായി താഴ്ന്നതായി അലാറങ്ങൾ സൂചിപ്പിച്ചു. ആ ശബ്ദം എല്ലാവർക്കും ഒരേ സന്ദേശം തന്നു. ഇനി തീരുമാനമെടുക്കാൻ വൈകിയാൽ എല്ലാം അവസാനിക്കും. ദേവിക ഐസിയുവിലേക്ക് നീങ്ങുമ്പോൾ അവളുടെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ശക്തമായ ഒരു ഉറച്ച വിശ്വാസം അവളെ മുന്നോട്ട് തള്ളിക്കൊണ്ടിരുന്നു. ഇനി അവൾ ചെയ്യാൻ പോകുന്നത് ഒരു പരീക്ഷണമല്ല, ഒരു മനുഷ്യന്റെ ജീവൻ പിടിച്ചു നിർത്താനുള്ള അവസാന ശ്രമമാണ്. ചുവന്ന ലൈറ്റ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദേവികയുടെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം ബാക്കിയുണ്ടായിരുന്നു. അവൾ കണ്ട സത്യം ഈ മനുഷ്യനെ രക്ഷിക്കുമോ, അല്ലെങ്കിൽ അവൾ എല്ലാവരുടെയും വിശ്വാസം ഒരുമിച്ച് തകർക്കുമോ? ഐസിയുവിന്റെ വാതിൽ തുറന്ന നിമിഷം തന്നെ ദേവികയ്ക്ക് ആ മുറിയിലെ വായുവിൽ എന്തോ അസ്വാഭാവികമായൊരു ഭാരം തോന്നി. അത് മരുന്നുകളുടെ ഗന്ധമോ യന്ത്രങ്ങളുടെ ശബ്ദമോ മാത്രമായിരുന്നില്ല. അവിടെ കിടക്കുന്ന ശരീരം ഒരു രോഗിയുടെ ശരീരമായി അവൾക്ക് തോന്നിയില്ല. മറിച്ച് പതുക്കെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു യന്ത്രം പോലെയാണ് അർജുൻ മേനോന്റെ ശരീരം പ്രതികരിച്ചിരുന്നത്. അവന്റെ ചുണ്ടുകൾ ചെറുതായി വിറച്ചു. കൈവിരലുകൾ അനങ്ങാതെ കിടന്നു. യന്ത്രങ്ങളിൽ നിന്നുള്ള ശബ്ദങ്ങൾ തമ്മിൽ പൊരുത്തമില്ലാതെ ഉയർന്നു വീണു. ഓരോ താളവ്യത്യാസവും ഐസിയുവിലെ നിശബ്ദതയെ മുറിച്ചു കടന്നുകൊണ്ടിരുന്നു. ദേവിക അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടുത്തു നോക്കിയപ്പോൾ അവൾക്കൊരു കാര്യം വ്യക്തമായി. ഇത് വേദനയല്ല, ബോധക്ഷയം പോലുമല്ല. ശരീരത്തിനുള്ളിലെ ഒരു അന്യ സാന്നിധ്യം സ്വന്തം ഭാഷയിൽ പ്രതികരിക്കുന്നത് പോലെയാണ് ഈ അവസ്ഥ. മരുന്നുകൾ നൽകിയിട്ടും പ്രതികരിക്കാത്ത നാഡികൾ അവളുടെ സംശയം കൂടുതൽ ശക്തമാക്കി. ഒരു രോഗം ചികിത്സയ്ക്ക് പ്രതികരിക്കാതെ നിലനിൽക്കാം, പക്ഷേ ഇവിടെ ചികിത്സ നൽകിയ ഓരോ തവണയും ശരീരം കൂടുതൽ വഷളാവുകയാണെന്ന സത്യം അവൾക്ക് അവഗണിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ തയ്യാറാക്കിയ കുറിപ്പുകൾ വീണ്ടും ഓർത്തു. കഴിഞ്ഞ രാത്രിയിൽ കണ്ട സൂചനകൾ അവളുടെ മനസ്സിൽ ഒന്നിച്ചു ചേർന്നു. ഓരോ റിപ്പോർട്ടും ഓരോ പരിശോധനയും അവൾക്ക് ഇപ്പോൾ വ്യക്തമായി ഒരു ചിത്രം വരച്ചു തുടങ്ങി. ഇതൊരു വൈറസ് അല്ല, ഇതൊരു ബാക്ടീരിയയുമല്ല, വിഷമല്ല, മറിച്ച് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തന്നെ വഴിതെറ്റിപ്പോയ ഒരു അവസ്ഥയാണ്. ശരീരം സ്വന്തമായി ശരീരത്തെ തന്നെ ശത്രുവായി തെറ്റിദ്ധരിച്ച് ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ സാധാരണ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിലേതുപോലെ തുറന്ന ലക്ഷണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് എല്ലാവരെയും കുഴക്കിയത്. ദേവിക മനസ്സിലാക്കിയ സത്യം ലളിതവും അത്ര തന്നെ ഭീതികരവുമായിരുന്നു. അർജുൻ മേനോന്റെ ശരീരം പുറത്തു നിന്നുള്ള ഒന്നിനോടല്ല പോരാടുന്നത്, ശരീരം തന്നെ സ്വന്തം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഓരോ പരിശോധനയും പരസ്പര വിരുദ്ധമായ ഫലങ്ങൾ നൽകിയത്. ഒരേ സമയം ചില മൂല്യങ്ങൾ ഉയരുകയും ചിലത് താഴുകയും ചെയ്തു. ശാസ്ത്രം കൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിയാത്ത അവസ്ഥയായി അത് മാറി. ദേവിക ഈ കണ്ടെത്തൽ അച്ഛനോട് വിശദീകരിക്കുമ്പോൾ ഡോക്ടർ മാധവൻ നായരുടെ മുഖത്ത് ആദ്യം അവിശ്വാസം തെളിഞ്ഞു, പിന്നെ ഭയം, പിന്നെ ഒരു മൗനമായ കുറ്റബോധം. 40 വർഷത്തെ അനുഭവത്തിൽ ആദ്യമായാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് താൻ നേരിട്ടത് രോഗമല്ല, മറിച്ച് തെറ്റായ ദിശയിൽ പോയ ഒരു യുദ്ധമാണെന്ന സത്യം. ഇത് ചികിത്സിച്ചില്ലെങ്കിൽ അർജുൻ മേനോന്റെ ശരീരം തന്നെ അദ്ദേഹത്തെ കൊല്ലുമച്ച എന്ന ദേവികയുടെ വാക്കുകൾ മുറിയിൽ മുഴങ്ങിയപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ ഡോക്ടർമാരും നിശബ്ദരായി. ആ വാചകം മെഡിക്കൽ പുസ്തകങ്ങളിൽ പോലും അപൂർവമായി മാത്രം കാണുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ പ്രശ്നം അവിടെ അവസാനിച്ചില്ല. കാരണം ഈ അവസ്ഥയ്ക്ക് നിലവിൽ ആശുപത്രിയിൽ അംഗീകരിച്ച ഒരു സുരക്ഷിത ചികിത്സാ മാർഗം ഉണ്ടായിരുന്നില്ല. ദേവിക നിർദ്ദേശിക്കുന്ന വഴിയാകട്ടെ ഔദ്യോഗിക പ്രോട്ടോകോളുകളിൽ ഉൾപ്പെടാത്തതായിരുന്നു. അതൊരു വലിയ അപകടം തന്നെയായിരുന്നു. പരാജയപ്പെട്ടാൽ അർജുന്റെ ജീവൻ മാത്രമല്ല, ദേവികയുടെയും അച്ഛന്റെയും മുഴുവൻ കരിയറും ഒരുമിച്ച് തകർന്നു പോകും. അർജുന്റെ ഭാര്യ ഈ സത്യം കേട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ ഈ തവണ ആ കണ്ണുനീരിൽ കരച്ചിലിനേക്കാൾ കൂടുതൽ ഒരു സമ്മതമുണ്ടായിരുന്നു. അദ്ദേഹം ജീവനോടെ വരാൻ ഒരു ചെറിയ സാധ്യതയുണ്ടെങ്കിൽ അത് പരീക്ഷിക്കണം എന്ന അവളുടെ വാക്കുകൾ ദേവികയുടെ ഉള്ളിൽ കനത്തു നിന്നു. മരണം ഉറപ്പാണെങ്കിൽ ഭയം വേണ്ട എന്ന അവസ്ഥയിലേക്കാണ് ആ സ്ത്രീയുടെ മനസ്സെത്തിയത്. അതേസമയം ആശുപത്രി മാനേജ്മെന്റ് ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തി. നിയമപരമായ ഉത്തരവാദിത്വവും ആശുപത്രിയുടെ പ്രശസ്തിയും അവരുടെ മുൻഗണനയായി മാറി. ഇത് അംഗീകരിക്കാനാവില്ല എന്ന വാക്ക് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. ആ മുറിയിൽ ദേവിക ഒറ്റപ്പെട്ടു. കാരണം അവൾക്കറിയാമായിരുന്നു തീരുമാനമെടുക്കേണ്ടത് അവൾ മാത്രമാണ്. അതിന്റെ ഫലവും അവൾ തന്നെ അനുഭവിക്കേണ്ടി വരും.
ആ രാത്രിയിൽ അർജുന്റെ ഹൃദയമിടിപ്പ് വീണ്ടും അപകടകരമായി താഴ്ന്നു. ഐസിയുവിലെ അലാറങ്ങൾ ഒരേ സമയം മുഴങ്ങി. ഡോക്ടർമാരും നഴ്സുമാരും ഓടിക്കൂടി. ആ നിമിഷം ഡോക്ടർ മാധവൻ തന്റെ മകളെ നോക്കി ഒരു നിമിഷം മടിച്ചു നിന്നു. ഒരു അച്ഛനായുള്ള പേടിയും ഒരു ഡോക്ടറായുള്ള ഉത്തരവാദിത്വവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ദേവിക അപ്പോൾ ശാന്തമായി പറഞ്ഞു, ഇപ്പോൾ തീരുമാനമെടുത്തില്ലെങ്കിൽ പിന്നെ തീരുമാനിക്കാൻ ആരും ഉണ്ടാകില്ല അച്ഛാ. ആ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം കണ്ണടച്ചു. ഒരു നിമിഷം മൗനം, പിന്നെ പതുക്കെ തലകുലുക്കി. ആ നിമിഷത്തിൽ അദ്ദേഹം അച്ഛനല്ലായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു. അനുമതി ലഭിക്കാതെ ആ ചികിത്സ ആരംഭിച്ചപ്പോൾ സമയം മന്ദഗതിയിലായി. ഓരോ സെക്കൻഡും ഒരു മണിക്കൂർ പോലെ തോന്നി. ദേവികയുടെ കൈകൾ വിറച്ചെങ്കിലും അവളുടെ കണ്ണുകളിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അവൾ ചെയ്യുന്നത് ധൈര്യത്തിന്റെ പ്രവൃത്തി മാത്രമല്ല, ഉത്തരവാദിത്വത്തിന്റെ അവസാന അതിരാണ് എന്ന ബോധം അവൾക്കുണ്ടായിരുന്നു. മരുന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം യാതൊരു മാറ്റവും ഉണ്ടായില്ല. പിന്നെ ഹൃദയമിടിപ്പ് ചെറുതായി ഉയർന്നു, വീണ്ടും താഴ്ന്നു. ആ നിമിഷങ്ങളിൽ ഐസിയുവിലെ എല്ലാവരും ശ്വാസം പിടിച്ചു നിന്നു. ഇത് ജീവൻ തിരിച്ചു വരവാണോ അല്ലെങ്കിൽ അവസാന പോരാട്ടമാണോ എന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞില്ല. അവസാനം യന്ത്രങ്ങളുടെ ശബ്ദം പതുക്കെ സ്ഥിരതയിലേക്ക് മാറുന്നതുപോലെ തോന്നി. ഹൃദയമിടിപ്പ് ഒരു താളം കണ്ടെത്താൻ ശ്രമിക്കുന്നതായി മോണിറ്റർ സൂചിപ്പിച്ചു. ദേവികയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞുവെങ്കിലും അവൾ ആഘോഷിച്ചില്ല. കാരണം അവൾക്കറിയാമായിരുന്നു ഇതൊരു വിജയമല്ല, ഒരു തുടക്കം മാത്രമാണ്. അവൾ അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ മൗനം തന്നെയാണ് ഇനി പിന്നോട്ടു പോകാൻ വഴിയില്ല എന്ന സത്യം വ്യക്തമാക്കിയത്. ഐസിയുവിന്റെ പുറത്തുള്ള ചുവന്ന ലൈറ്റ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ അർത്ഥം പതുക്കെ മാറുകയായിരുന്നു. ഇനി അത് മരണത്തിന്റെ മുന്നറിയിപ്പല്ല, അനിശ്ചിതമായ ഒരു പ്രതീക്ഷയുടെ സൂചന മാത്രമാണ്. രാവിലെ ആശുപത്രിയിൽ വീണ വെളിച്ചം പോലും ഐസിയുവിന്റെ അകത്തെത്തിയപ്പോൾ മങ്ങിയതുപോലെ തോന്നി. രാത്രിയിൽ തുടങ്ങിയ അനുമതിയില്ലാത്ത ചികിത്സയ്ക്ക് ശേഷം അർജുൻ മേനോന്റെ ശരീരം ഇപ്പോഴും ജീവന്റെയും മരണത്തിന്റെയും അതിരിൽ തന്നെയായിരുന്നു. മോണിറ്ററുകളിൽ കാണിച്ച രേഖകൾ സ്ഥിരതയിലേക്കാണ് നീങ്ങുന്നതെന്ന സൂചന നൽകിയെങ്കിലും ഒരു നിമിഷം പോലും ഉറപ്പോടെ ആശ്വസിക്കാൻ ആരെയും അനുവദിച്ചില്ല. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും എല്ലാം തകർന്നു പോകുമെന്ന ബോധമാണ് ആ മുറിയിലെ ഓരോ ശ്വാസത്തെയും ഭാരം കൂട്ടിയത്. ദേവിക ഐസിയുവിന് സമീപം തന്നെയായിരുന്നു. ഉറക്കം അവളുടെ കണ്ണുകളെ തേടിയെത്തിയില്ല. ശരീരം ക്ഷീണിച്ചിരുന്നെങ്കിലും മനസ്സ് ജാഗരൂകമായിരുന്നു. ഓരോ മോണിറ്റർ ശബ്ദവും അവളുടെ ശ്രദ്ധ പിടിച്ചെടുത്തു. അവൾക്ക് അറിയാമായിരുന്നു ഇനി ചെയ്യാനുള്ളത് ചികിത്സ തുടരുക എന്നതല്ല, മറിച്ച് ശരീരം പറയുന്ന ഓരോ സൂചനയും ശ്രദ്ധിക്കുക എന്നതാണ്. കാരണം ഇനി ഈ കേസ് ശാസ്ത്രത്തിന്റെ പുസ്തകങ്ങളിൽ നിന്നുള്ളതല്ല, അത് ഒരു മനുഷ്യന്റെ ശരീരത്തിനുള്ളിലെ പ്രതികരണങ്ങളുടെ കഥയായി മാറിയിരുന്നു. ഡോക്ടർ മാധവൻ നായർ രാവിലെ ചാർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹൃദയമിടിപ്പിന്റെ താളം കഴിഞ്ഞ രാത്രിയേക്കാൾ അല്പം സ്ഥിരതയുള്ളതായി തോന്നി. ചില രക്തമൂല്യങ്ങൾ പതുക്കെ സാധാരണ നിലയിലേക്ക് നീങ്ങുന്നത് പോലെ രേഖപ്പെടുത്തിയിരുന്നു. ആ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ മുളച്ചു. എന്നാൽ ആ പ്രതീക്ഷയെ തുറന്നു പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായില്ല. കാരണം പ്രതീക്ഷയും നിരാശയും തമ്മിലുള്ള ദൂരം ഇവിടെ ഒരു ശ്വാസം മാത്രമായിരുന്നു. അതേസമയം ആശുപത്രിയുടെ മുകളിലത്തെ നിലയിൽ മറ്റൊരു യുദ്ധം ആരംഭിച്ചിരുന്നു. ആശുപത്രി മാനേജ്മെന്റ് അടിയന്തര യോഗം വിളിച്ചു. ദേവിക നടത്തിയ ചികിത്സ നിയമപരമായും നൈതികമായും തെറ്റാണെന്ന് ചിലർ തുറന്നു പറഞ്ഞു. അനുമതിയില്ലാത്ത ചികിത്സ ആശുപത്രിയുടെ ലൈസൻസിനെയും വിശ്വാസ്യതയെയും അപകടത്തിലാക്കും എന്ന ഭയം അവരുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ഇത് തുടർന്നാൽ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്ന ചോദ്യം മുറിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ യോഗത്തിൽ ഡോക്ടർ മാധവൻ നായർ ആദ്യമായി ശബ്ദമുയർത്തി സംസാരിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചു. ഇതുവരെ അദ്ദേഹം ശാന്തനായി മാത്രമാണ് നിലകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആശുപത്രിയുടെ പേരല്ല, ഒരു മനുഷ്യന്റെ ജീവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ മുറിയിൽ ഒരു നിശബ്ദത വിതറി. പക്ഷെ ആ നിശബ്ദത പിന്തുണയുടേതല്ലായിരുന്നു, അത് ഭയത്തിന്റെ നിശബ്ദതയായിരുന്നു. കാരണം ആരും ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായിരുന്നില്ല. ദേവികയെ ആ യോഗത്തിലേക്ക് വിളിച്ചപ്പോൾ അവളുടെ മുന്നിലേക്ക് ചോദ്യങ്ങൾ വീണു. നിനക്കുറപ്പുണ്ടോ ഇത് പരാജയപ്പെട്ടാൽ നീ എന്തു ചെയ്യും? നിന്റെ തീരുമാനത്തിന്റെ വില നീ മനസ്സിലാക്കുന്നുണ്ടോ? അവൾ ഓരോ ചോദ്യം കേട്ടപ്പോഴും ഒരു നിമിഷം പോലും പതറിയില്ല. അവൾക്ക് ഉറപ്പുണ്ടായിരുന്നത് വിജയത്തിലല്ല, ഈ ശ്രമം അനിവാര്യമാണെന്ന വിശ്വാസത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവൾ ശാന്തമായി പറഞ്ഞത്, ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഉറപ്പുള്ള വഴിയിലൂടെ നമ്മൾ മരണത്തിലേക്കാണ് പോകുന്നത്. യോഗം തീരുമാനമില്ലാതെ പിരിഞ്ഞു. പക്ഷേ ഒരു നിശബ്ദമായ സമ്മതം അവിടെ ഉണ്ടായിരുന്നു. ആരും തുറന്നു പറഞ്ഞില്ലെങ്കിലും ചികിത്സ നിർത്താൻ തയ്യാറായില്ല എന്നതാണ് സത്യം. ആ അനിശ്ചിതത്വത്തിനിടയിലാണ് മറ്റൊരു ഭീഷണി ഉയർന്നത്. ഡോക്ടറുടെ മകൾ അനധികൃതമായി ചികിത്സ നടത്തി എന്ന ആരോപണം പുറത്തേക്ക് ചോർന്നുവെന്ന വാർത്ത ആശുപത്രിയിലുടനീളം പരന്നു. മാധ്യമപ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ എത്തിത്തുടങ്ങി. ക്യാമറകളും മൈക്രോഫോണുകളും ആശുപത്രിയുടെ കവാടം നിറച്ചു. ആശുപത്രി മാനേജ്മെന്റ് ഭയത്തോടെ പ്രതികരിച്ചു. ഒരു വശത്ത് നിയമപരമായ സമ്മർദ്ദം, മറുവശത്ത് ഒരു രോഗിയുടെ ജീവൻ. ഈ രണ്ടിനിടയിൽ ഡോക്ടർ മാധവൻ നായർ കുടുങ്ങി. മകളെ സംരക്ഷിക്കണമോ രോഗിയെ രക്ഷിക്കണമോ എന്ന ദുഷ്കരമായ തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ കലഹത്തിനിടയിൽ ഐസിയുവിൽ അർജുന്റെ അവസ്ഥ വീണ്ടും വഷളായി. ഹൃദയമിടിപ്പ് അപകടകരമായി മാറി. അലാറങ്ങൾ മുഴങ്ങി. ആ ശബ്ദം കേട്ട നിമിഷം എല്ലാ ചർച്ചകളും മാധ്യമങ്ങളും നിയമങ്ങളും അപ്രസക്തമായി. എല്ലാവരും ഓടിക്കൂടി. ദേവിക ഒരു നിമിഷം പോലും തളർന്നില്ല. അവൾ ഉടൻ ചികിത്സ തുടരാൻ നിർദ്ദേശിച്ചു. ഇനി ഇത് അവസാന ഘട്ടത്തിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു, പിന്നോട്ടു പോകാൻ പറ്റില്ല.
ഡോക്ടർ മാധവൻ നായർ തന്റെ മകളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ ഭയമുണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാൾ ശക്തമായ ധൈര്യവും ഉത്തരവാദിത്വവും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പതുക്കെ പറഞ്ഞു, നീ ചെയ്യേ. ആ 2 വാക്കുകൾ ദേവികയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായി മാറി. ഒരു അച്ഛന്റെ സമ്മതവും ഒരു ഡോക്ടറുടെ വിശ്വാസവും ഒരുമിച്ച് അടങ്ങിയ നിമിഷം. ചികിത്സയുടെ അവസാന ഘട്ടം ആരംഭിച്ചപ്പോൾ ഐസിയുവിലെ വായു പോലും നിശബ്ദമായി. യന്ത്രങ്ങളുടെ ശബ്ദം പതുക്കെ കുറഞ്ഞു. ഹൃദയമിടിപ്പ് ഒരു താളം പിടിക്കാൻ ശ്രമിക്കുന്നതായി മോണിറ്റർ സൂചിപ്പിച്ചു. എല്ലാവരും ശ്വാസം പിടിച്ചു നിന്നു. ഇത് അവസാന പോരാട്ടത്തിന്റെ തുടക്കമാണോ അതോ അവസാനമാണോ എന്നത് ആർക്കും ഉറപ്പിച്ചു പറയാനായില്ല. അവസാന ഹൃദയമിടിപ്പ് പതുക്കെ സ്ഥിരതയിലേക്ക് നീങ്ങുന്നത് പോലെ തോന്നി. ശ്വാസം അല്പം മെച്ചപ്പെട്ടു. ആ ചെറിയ മാറ്റം തന്നെ ദേവികയുടെ നെഞ്ചിൽ ഒരു വലിയ ഭാരം കുറച്ചു. പക്ഷെ അവൾ സന്തോഷിച്ചില്ല. കാരണം ഈ പോരാട്ടം ഇനിയും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലെന്ന സത്യം അവൾക്കറിയാമായിരുന്നു. ഐസിയുവിന് പുറത്തുള്ള ചുവന്ന ലൈറ്റ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ അർത്ഥം വീണ്ടും മാറി. ഇനി അത് മരണത്തിന്റെ മുന്നറിയിപ്പല്ല, വിശ്വാസത്തിന് കൊടുത്ത വിലയുടെ കണക്കെടുപ്പ് പോലെ തോന്നി. ശാസ്ത്രം കൈവിട്ടെടുത്ത് ഒരു മനുഷ്യന്റെ തീരുമാനം എത്ര ദൂരം വരെ പോകാമെന്ന ചോദ്യം അവിടെ നിശബ്ദമായി നിലനിന്നു. ദേവിക ഐസിയുവിന്റെ വാതിലിനരികിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമായിരുന്നു. ഈ വിശ്വാസത്തിന്റെ വില എന്തായിരിക്കും? ഒരു ജീവൻ തിരികെ കിട്ടുമോ അതോ എല്ലാം ഒരുമിച്ച് നഷ്ടപ്പെടുമോ? അതിനുള്ള മറുപടി അടുത്ത നിമിഷം തന്നെ അവൾക്ക് കിട്ടി. ഐസിയുവിലെ ചുവന്ന ലൈറ്റ് പതുക്കെ അണഞ്ഞ നിമിഷം ആശുപത്രിയുടെ മുഴുവൻ ഇടനാഴിയും ഒരു നിമിഷം ശ്വാസം പിടിച്ചു നിന്നു. ആ ലൈറ്റ് അണയുന്നത് ഒരു യന്ത്രത്തിന്റെ മാറ്റമല്ലായിരുന്നു, അതൊരു നീണ്ടുനിന്ന പോരാട്ടത്തിന്റെ അവസാന ഘട്ടം ആരംഭിച്ചുവെന്ന അടയാളമായിരുന്നു. മോണിറ്ററിലെ രേഖകൾ ആദ്യമായി സ്ഥിരതയോടെ മുന്നോട്ടു പോകുന്നത് കാണിച്ചപ്പോൾ ദേവികയുടെ നെഞ്ചിൽ അടിഞ്ഞുകൂടിയിരുന്ന ഭാരം പതുക്കെ ഇല്ലാതായി. എങ്കിലും അവൾ സന്തോഷിച്ചില്ല. കാരണം ഈ നിമിഷം ഒരു വിജയത്തിന്റെ കൂകിപ്പറയലിന് ഉള്ളതല്ല. ജീവൻ തിരികെ വരുമ്പോൾ അതിനെ ശാന്തമായി സ്വീകരിക്കേണ്ട സമയമാണ് എന്ന ബോധം അവൾക്കുണ്ടായിരുന്നു. ഡോക്ടർ മാധവൻ നായർ മോണിറ്ററിലേക്ക് നോക്കി നിന്നു. ഹൃദയമിടിപ്പ് സ്ഥിരതയിലായി. ശ്വാസം യന്ത്രങ്ങളുടെ സഹായമില്ലാതെ തന്നെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതായി വ്യക്തമായി. 40 വർഷത്തെ സേവനത്തിനിടയിൽ ആദ്യമായാണ് അദ്ദേഹത്തിന് തോന്നിയത് ഒരു ഡോക്ടറായുള്ള അഹങ്കാരമല്ല, മറിച്ച് ഒരു മനുഷ്യൻ എന്ന നിലയിലെ നന്ദി. ശാസ്ത്രം എല്ലാം അറിയുന്നില്ല എന്ന സത്യം അദ്ദേഹത്തെ ഈ കേസ് പഠിപ്പിച്ചു. അതൊരു പരാജയമല്ല, മറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ പതിഞ്ഞു. അല്പസമയത്തിന് ശേഷം അർജുൻ മേനോന്റെ കൈവിരലുകൾ വ്യക്തമായി അനങ്ങി. അവന്റെ നെഞ്ച് സ്വാഭാവികമായി ഉയർന്നിറങ്ങാൻ തുടങ്ങി. ഡോക്ടർമാരും നഴ്സുമാരും അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇതുവരെ അസാധ്യമെന്ന് കരുതിയ ഒന്നാണ് അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ യാഥാർത്ഥ്യമായി മാറുന്നത്. എങ്കിലും ദേവിക അവിടെ നിൽക്കുമ്പോൾ അവൾക്ക് അത്ഭുതമല്ല അനുഭവപ്പെട്ടത്, ഉത്തരവാദിത്തമാണ്. ജീവൻ തിരികെ വന്നെങ്കിലും പോരാട്ടം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്ന സത്യം അവൾക്ക് അറിയാമായിരുന്നു. അല്പനേരത്തിന് ശേഷം അർജുന്റെ കണ്ണുകൾ പതുക്കെ തുറന്നു. ആദ്യം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആശയക്കുഴപ്പം നിറഞ്ഞു. ചുറ്റുമുള്ള യന്ത്രങ്ങളെയും മുഖങ്ങളെയും തിരിച്ചറിയാൻ അദ്ദേഹം ശ്രമിച്ചു. ആ നോട്ടം ദേവികയുടെ മുഖത്ത് പതിഞ്ഞപ്പോൾ അവിടെ വാക്കുകളില്ലാത്ത ഒരു ചോദ്യം തെളിഞ്ഞു. നന്ദിയും അത്ഭുതവും ചേർന്ന ഒരു നിശബ്ദ ചോദ്യം. ദേവിക ഒന്നും പറഞ്ഞില്ല. ചില നിമിഷങ്ങളിൽ വാക്കുകൾ ആവശ്യമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഈ വാർത്ത ആശുപത്രിയിലുടനീളം പെട്ടെന്ന് പരന്നു. ഐസിയുവിന് പുറത്തുണ്ടായിരുന്ന നിശബ്ദത പതുക്കെ ചലനമായി. ചില മുഖങ്ങളിൽ ആശ്വാസം, ചിലരിൽ വിശ്വാസം, ചിലരിൽ ലജ്ജ. ആശുപത്രി മാനേജ്മെന്റിലെ അതേ ആളുകൾ രാവിലെ വരെ ഭയത്തോടെയും ആശങ്കയോടെയും സംസാരിച്ചിരുന്നെങ്കിൽ ഉച്ചയോടെ അവരുടെ മുഖങ്ങളിൽ അഭിമാനത്തിന്റെ പുഞ്ചിരി തെളിഞ്ഞു. വിജയത്തിൽ പങ്കുചേരാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന സത്യം വീണ്ടും തെളിഞ്ഞു. മാധ്യമങ്ങൾ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ക്യാമറകളും മൈക്രോഫോണുകളും തയ്യാറായി. ആശുപത്രി അധികൃതർ വിശദീകരണം ആവശ്യപ്പെട്ടു. ഡോക്ടർ മാധവൻ നായർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം മുൻകൂട്ടി തയ്യാറാക്കിയ പ്രസംഗം വായിച്ചില്ല, മറിച്ച് അദ്ദേഹം മനസ്സിൽ നിന്ന് സംസാരിച്ചു. ഈ ജീവൻ രക്ഷിച്ചത് ഒരാളല്ല, ഒരു തീരുമാനമാണ്. തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ധൈര്യം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ ചിലർക്ക് അസ്വസ്ഥതയുണ്ടാക്കിയെങ്കിലും അതാണ് സത്യമെന്നത് ആരും നിഷേധിച്ചില്ല. ദേവികയെ ചിലർ നായികയായി ഉയർത്തി, ചിലർ ചോദ്യം ചെയ്തു, ചിലർ സംശയത്തോടെ നോക്കി. പക്ഷേ അവൾ ആ കോലാഹലങ്ങളിൽ നിന്ന് മാറി നിന്നു. കാരണം അവൾക്കറിയാമായിരുന്നു, നാളെ മറ്റൊരു രോഗിയും മറ്റൊരു അനിശ്ചിതത്വവും വീണ്ടും വരും. ഈ അംഗീകാരം താൽക്കാലികമാണ്, ഉത്തരവാദിത്തം മാത്രമാണ് സ്ഥിരമായിട്ടുള്ളത്. അർജുന്റെ ഭാര്യ ദേവികയുടെ കൈകൾ പിടിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ നിന്നൊഴുകിയ കണ്ണുനീരിൽ നന്ദിയും കുറ്റബോധവും ഒരുമിച്ച് കലർന്നിരുന്നു. ഈ പെൺകുട്ടിയെ ഒരിക്കൽ പോലും പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ലല്ലോ എന്ന സത്യം അവളുടെ ഉള്ളിൽ കനത്തു നിന്നിരുന്നു. അവൾക്ക് പറയാനുള്ള വാക്കുകളില്ലായിരുന്നു. ആ നിശബ്ദത തന്നെ എല്ലാം പറയുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അർജുൻ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ശബ്ദം ഇപ്പോഴും ദുർബലമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. എനിക്ക് ജീവൻ തന്നത് ഒരു മരുന്നല്ല, ഒരു തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ ദേവികയുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. കാരണം അതാണ് ഈ മുഴുവൻ സംഭവത്തിന്റെ സാരാംശം. ആ അബോധാവസ്ഥയിലും അദ്ദേഹം എല്ലാം അറിയുന്നുണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ദേവികയെ സന്തോഷിപ്പിച്ചു. ദിവസങ്ങൾ കടന്നു. അർജുൻ മേനോൻ സുഖം പ്രാപിച്ചു. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം ആശുപത്രിയുടെ മുന്നിൽ ആളുകൾ കയ്യടിയോടെ നിന്നു. മാധ്യമങ്ങൾ ചിത്രങ്ങൾ പകർത്തി. അഭിമുഖങ്ങൾ നടന്നു. പക്ഷേ ദേവിക അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ആശുപത്രിയുടെ മുകളിലത്തെ നിലയിലെ ഒരു ജനാലയ്ക്കരികിൽ നിന്ന് താഴേക്ക് നോക്കി നിന്നു.
കാരണം അവൾക്കറിയാമായിരുന്നു യഥാർത്ഥ വിജയം അവിടെയല്ല, അകത്ത് കിടക്കുന്ന അടുത്ത രോഗിയിലാണ്. ഡോക്ടർ മാധവൻ നായർ മകളുടെ അടുത്തേക്ക് ചെന്നു. ഒന്നും പറഞ്ഞില്ല. അവളുടെ തലയിൽ കൈവച്ചു. ആ നിശബ്ദ സ്പർശത്തിൽ ഒരു അച്ഛന്റെ അഭിമാനവും ഒരു ഡോക്ടറുടെ അംഗീകാരവും ഒരുമിച്ചടങ്ങിയിരുന്നു. ജീവിതത്തിൽ ആദ്യമായി അവൾക്ക് തോന്നിയത് അംഗീകാരം വാക്കുകളിലല്ല, വിശ്വാസത്തിലാണ് എന്ന സത്യം. ആ ആശുപത്രിയുടെ നീണ്ട കോറിഡോറിലൂടെ ദേവിക വീണ്ടും നടന്നു. ഇപ്പോൾ അവളുടെ നടപ്പിൽ ഭയമുണ്ടായിരുന്നില്ല. അവൾക്ക് മനസ്സിലായി, ഡോക്ടർ ആകുന്നത് എല്ലാം അറിയുന്നതിലല്ല, അറിയാത്തതിനെ നേരിടാൻ തയ്യാറാകുന്നതിലാണ്. പുസ്തകങ്ങൾ പഠിപ്പിക്കാത്ത ചില തീരുമാനങ്ങൾ മാത്രമാണ് ചില ജീവൻ രക്ഷകൾ സാധ്യമാക്കുന്നത്. കഥ അവിടെ അവസാനിച്ചില്ല. പക്ഷെ ആ ദിവസത്തോടെ ഒരു കാര്യം ഉറപ്പായി: ശാസ്ത്രം പരാജയപ്പെടുന്നിടത്ത് മനുഷ്യൻ തീരുമാനമെടുക്കാൻ മടിക്കരുത്. കാരണം ചില ജീവൻ രക്ഷകൾ പുസ്തകങ്ങളിൽ എഴുതപ്പെടുന്നില്ല, അവ മനുഷ്യരുടെ മനസ്സുകളിൽ മാത്രം നിലനിൽക്കുന്നു. അർജുൻ മേനോൻ പൂർണ്ണമായി ബോധം വീണ്ടെടുത്തതിനു ശേഷം ഐസിയുവിലെ അന്തരീക്ഷം പതിയെ മാറി തുടങ്ങി. മുൻപുണ്ടായിരുന്ന ആ നിശബ്ദമായ ഭയം മാറി സൂക്ഷ്മമായ ഒരു ശാന്തത അവിടെ നിറഞ്ഞു. എങ്കിലും ദേവികയ്ക്ക് അറിയാമായിരുന്നു, പോരാട്ടം അവിടെ അവസാനിച്ചിട്ടില്ലെന്ന്. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ഇത്രയും ഡോക്ടർമാർ പരാജയപ്പെട്ട ഒരു അവസ്ഥയുടെ പിന്നിലെ സത്യം തുറന്നു പറയാതെ പോയാൽ ഈ കഥ പൂർണ്ണമാകില്ല. അത് അർജുനു വേണ്ടി മാത്രമല്ല, ഭാവിയിൽ ഇതുപോലെ വരുന്ന അനവധി രോഗികൾക്കുള്ള ഉത്തരവാദിത്തം കൂടിയായിരുന്നു. ഡോക്ടർ മാധവൻ നായർ തന്റെ മുറിയിൽ ദേവികയോടൊപ്പം ഇരിക്കുമ്പോൾ അദ്ദേഹം ആദ്യമായി പറഞ്ഞു, "ഇത് നമുക്ക് തുറന്നു പറയണം മോളെ." ആ വാക്കുകൾ ദേവിക കാത്തിരിക്കുന്നവയായിരുന്നു. കാരണം ഇതൊരു അത്ഭുത കഥയായി മാറാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഇത് ശാസ്ത്രത്തിന്റെ പരാജയമല്ല, മറിച്ച് ശാസ്ത്രം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അവസ്ഥയാണെന്ന് എല്ലാവരും അറിയണമെന്നതാണ് അവളുടെ ലക്ഷ്യം. ആദ്യമായി അവർ ചെയ്തത് ഇതുവരെ നടന്ന എല്ലാ പരിശോധനകളും ചികിത്സകളും ക്രമമായി വിലയിരുത്തുകയാണ്. അർജുൻ മേനോന്റെ പ്രശ്നം ഒരു സാധാരണ രോഗമല്ലായിരുന്നു. പുറമേ നോക്കിയാൽ അദ്ദേഹം അനുഭവിച്ച ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ പോലെ തന്നെയായിരുന്നു. പക്ഷേ അതിന്റെ മൂലകാരണം രോഗമല്ല, മറിച്ച് ശരീരത്തിനുള്ളിൽ പതുക്കെ രൂപപ്പെട്ട ഒരു നിശബ്ദമായ തകരാറായിരുന്നു. അർജുൻ വർഷങ്ങളായി കനത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ജീവിച്ചിരുന്നത്. തുടർച്ചയായ യാത്രകൾ, ഉറക്കമില്ലായ്മ, അനിയന്ത്രിതമായ ഭക്ഷണശീലം, ഇടയ്ക്കിടെ ഉപയോഗിച്ചിരുന്ന ശക്തമായ വേദന സംഹാരികൾ, അതോടൊപ്പം ചില പോഷക മരുന്നുകൾ. ഇവയൊന്നും ഒറ്റയ്ക്ക് അപകടകരമായിരുന്നില്ല. പക്ഷേ ഇവ ഒരുമിച്ച് ചേർന്നപ്പോൾ ശരീരത്തിൽ പതുക്കെ ശേഖരിക്കപ്പെട്ടത് ഒരു സ്ലോ ആക്ടിംഗ് ടോക്സിക് പ്രോട്ടീൻ കോംപ്ലക്സ് ആയിരുന്നു. ഇത് പെട്ടെന്ന് ആക്രമിക്കുന്ന വിഷമല്ല, വർഷങ്ങളായി ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഒരു ഘടനയാണ്. ഈ രാസഘടന അർജുന്റെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ പതുക്കെ തെറ്റിദ്ധരിപ്പിച്ചു. പ്രതിരോധ സംവിധാനം പുറത്തെ ശത്രുക്കളെ തിരിച്ചറിയേണ്ടതിനു പകരം സ്വന്തം ശരീരത്തിന്റെ ചില പ്രവർത്തനങ്ങളെ ശത്രുവായി കാണാൻ തുടങ്ങി. ഇതാണ് ഓട്ടോ ഇമ്മ്യൂണെ ഡിസ്റെഗുലേഷൻ ട്രിഗർഡ് ടോക്സിക് റിയാക്ഷൻ എന്ന അപൂർവാവസ്ഥ. സാധാരണ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണിത്. ദീർഘകാല മരുന്നുപയോഗവും ശരീരത്തിലെ രാസസമതുലിതാവസ്ഥയുടെ തകരാറുമാണ് ഇതിന് കാരണം. ഇതുകൊണ്ടാണ് അർജുന്റെ പരിശോധനാ ഫലങ്ങൾ പരസ്പരം വിരുദ്ധമായത്. ഒരേ സമയം ചില രക്തമൂല്യങ്ങൾ ഉയരുകയും ചിലത് താഴുകയും ചെയ്തു. നാഡീവ്യൂഹം ചില സമയങ്ങളിൽ പ്രതികരിച്ചപ്പോൾ ചില സമയങ്ങളിൽ പൂർണ്ണമായി മൗനമായി. ഹൃദയമിടിപ്പ് ഒരു നിമിഷം അത്യന്തം ശക്തമായും അടുത്ത നിമിഷം അപകടകരമായി താഴ്ന്നും കാണപ്പെട്ടു. ശാസ്ത്രം വ്യക്തമായി ഒരു രോഗനാമം ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ പോയത് ഇതുകൊണ്ടാണ്. ഇതിലും വലിയ തെറ്റ് സംഭവിച്ചത് ചികിത്സയുടെ ഘട്ടത്തിലാണ്. സാധാരണ രീതിയിൽ നൽകിയ മരുന്നുകൾ അർജുന്റെ അവസ്ഥ മെച്ചപ്പെടുത്താതെ കൂടുതൽ മോശമാക്കി. കാരണം ഓരോ ശക്തമായ മരുന്നും പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ഉത്തേജിപ്പിച്ചു. അതുവഴി ശരീരം തന്നെ ശരീരത്തിനെതിരായി ശക്തമായി പ്രതികരിച്ചു. ഇതാണ് ദേവിക ആദ്യം ശ്രദ്ധിച്ച ഏറ്റവും വലിയ വിരോധാഭാസം. മരുന്ന് നൽകിയതിനു ശേഷം രോഗിയുടെ അവസ്ഥ മെച്ചപ്പെടണം, എന്നാൽ ഇവിടെ ഓരോ മരുന്നിനു ശേഷവും അവസ്ഥ കൂടുതൽ തകരുകയായിരുന്നു. ദേവിക കണ്ട പ്രധാന സൂചന ഒരു ചെറിയ കാര്യത്തിലൂടെയായിരുന്നു. അവൾ ശ്രദ്ധിച്ചത് അർജുന്റെ ശരീര താപനിലയും ഹൃദയമിടിപ്പും ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് തീവ്രമായി മാറുന്നത് എന്നതായിരുന്നു. ആ സമയങ്ങളെല്ലാം ശക്തമായ മരുന്നുകൾ നൽകിയതിനു ശേഷമായിരുന്നു. അവിടെ നിന്നാണ് അവൾക്ക് വ്യക്തമായത്, ഇത് രോഗമല്ല, ചികിത്സയോട് ശരീരം പ്രതികരിക്കുന്ന രീതിയിലാണ് പ്രശ്നം എന്ന സത്യം. അതുകൊണ്ടാണ് അവൾ എടുത്ത ഏറ്റവും വലിയ തീരുമാനം എല്ലാ നോൺ എസെൻഷ്യൽ ശക്തമായ മരുന്നുകളും ഒരേ സമയം നിർത്തുക എന്നത്. ഇത് അത്യന്തം അപകടകരമായ തീരുമാനമായിരുന്നു. കാരണം മരുന്നില്ലാതെ രോഗി മരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ മരുന്നുകൾ തുടരുകയാണെങ്കിൽ മരണം ഉറപ്പായിരുന്നു. അതിനുശേഷം അവൾ ചെയ്തത് ചികിത്സ നൽകുക എന്നതല്ല, മറിച്ച് ശരീരത്തെ റീസെറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. ഹൃദയമിടിപ്പും ശ്വാസവും സ്ഥിരതയിൽ നിലനിർത്തി. ഇലക്ട്രോലൈറ്റ് ബാലൻസ് സൂക്ഷ്മമായി നിയന്ത്രിച്ചു. ഹൈഡ്രേഷൻ വർദ്ധിപ്പിച്ചു. മെറ്റബോളിക് കറക്ഷൻ ചെയ്തു. അതോടൊപ്പം പ്രതിരോധ സംവിധാനത്തെ ശാന്തമാക്കുന്ന ഒരു ലോ ഡോസ് ഇമ്മ്യൂൺ മോഡുലേറ്റർ വളരെ സൂക്ഷ്മമായി ഉപയോഗിച്ചു. ഇത് ഔദ്യോഗിക പ്രോട്ടോകോളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അവസ്ഥയ്ക്ക് ഏറ്റവും യുക്തമായ മാർഗം അതായിരുന്നു. ഈ ചികിത്സയുടെ ആദ്യ മണിക്കൂറുകളിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. കാരണം വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ടോക്സിക് പ്രോട്ടീൻ കോംപ്ലക്സ് പെട്ടെന്ന് മാറുന്ന ഒന്നല്ല. ശരീരത്തിന് അതിനെ പതുക്കെ തകർക്കാൻ സമയം വേണം. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ എല്ലാവരും പരാജയമായി കരുതിയത്. മൂന്നാം ഘട്ടത്തിലാണ് നിർണായകമായ മാറ്റമുണ്ടായത്. പ്രതിരോധ സംവിധാനം ശരീരത്തെ ശത്രുവായി കാണുന്ന അവസ്ഥയിൽ നിന്ന് പതുക്കെ പിന്മാറി. ശരീരം വീണ്ടും സ്വന്തം സിഗ്നലുകളെ തിരിച്ചറിയാൻ തുടങ്ങി. അതോടെയാണ് ഹൃദയമിടിപ്പ് സ്ഥിരത പിടിച്ചത്, ശ്വാസം മെച്ചപ്പെട്ടത്, നാഡികൾ വീണ്ടും പ്രതികരിക്കാൻ തുടങ്ങിയത്.
ഡോക്ടർ മാധവൻ നായർ ഈ കണ്ടെത്തലുകൾ മെഡിക്കൽ ബോർഡിനും ആശുപത്രി മാനേജ്മെന്റിനും മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അവിടെ നിശബ്ദത നിറഞ്ഞു. കാരണം അത് ഒരാളെ കുറ്റപ്പെടുത്തുന്ന കഥയല്ല, ഒരു സംവിധാനത്തിന്റെ ബ്ലൈൻഡ് സ്പോട്ട് തുറന്നു കാണിക്കുന്ന സത്യമായിരുന്നു. ഇത് പഠന വിഷയമായി രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. അതൊരു അപ്പോളജിയല്ല, അതൊരു പഠനത്തിന്റെ തുടക്കമായിരുന്നു. ദേവികയ്ക്ക് ആ അംഗീകാരം വേണ്ടിയിരുന്നില്ല. അവൾക്ക് വേണ്ടിയിരുന്നത് ഒരേ ഒരു കാര്യമാണ്. ഇനി മറ്റൊരു അർജുൻ മേനോൻ ഈ അവസ്ഥയിലെത്തിയാൽ അവൻ ശാസ്ത്രത്തിന്റെ പേരിൽ കൈവിടപ്പെടരുത് എന്ന ഉറപ്പ്. കഥ ഇവിടെ അവസാനിച്ചു. പക്ഷേ അതിൽ നിന്നുള്ള സത്യം തുടരുന്നു.